ആഗ്രഹിച്ച ജീവിതം കൈവിട്ടു പോയപ്പോ എന്റെ സമനില തെറ്റിപ്പോയി. മാതാജി പറഞ്ഞതാ ശരി. ഈ താലി നിന്റെ കഴുത്തിൽ വെറുതെ വന്ന് കേറിയതല്ല. ഡീക്കയുടെ രണ്ടാം ഭാര്യയായി നീ വരണമെന്നായിരുന്നു ഈശ്വരന്റെ ആഗ്രഹം. ബാക്കിയെല്ലാം അതിന് നിമിത്തമായിരുന്നു. അങ്ങനെയാ ഞാനിപ്പോ വിശ്വസിക്കുന്നത്. സത്യത്തിൽ ഡീക്കയുടെ വധുവായി ഇവരാദ്യം തെരഞ്ഞെടുത്തത് നിന്നെയല്ലേ? അന്ന് ഫംഗ്ഷനിൽ വെച്ച് ഡീക്ക വധുവായി പ്രഖ്യാപിച്ചതും മോതിരം അണിയിച്ചതും നിന്നെയല്ലേ? പക്ഷെ ഇവർ മൂന്നുപേരുടെയും വാക്ക് കേട്ട് നിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് ഞാനാ. ഈശ്വരൻ വിധിച്ചതിനെ മാറ്റാൻ ഇവർ ശ്രമിച്ചപ്പോ ഈശ്വരൻ തന്നെ മറ്റൊരു വഴി കൂടി ഈ താലി നിന്റെ കഴുത്തിൽ തിരിച്ചെത്തിച്ചു. നിന്നോട് തെറ്റ് ചെയ്തത് ഞാനാ ജ്യോതി. മാപ്പ പറഞ്ഞ തീരുന്നതല്ല ചെയ്തതൊന്നും. എങ്കിലും മാപ്പ്. അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എന്റെ പൊന്ന് ഹിറ്റ്ലറെ, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോണെന്ന് പറയല്ലേ. ഇവളെ പോലൊരു പെൺകുട്ടി ജയിലിൽ കിടക്കേണ്ടി വന്നാലുള്ള അവസ്ഥ എന്താവുന്ന വല്ല പിടിയുണ്ടോ നിങ്ങൾക്ക്? പോട്ടെ, ഇവിടുന്ന് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയാ ഇവൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും? പത്രത്തിലും ചാനലിലും അതൊരു വാർത്തയാവും. നാട്ടുകാരും ബന്ധുക്കളും ഇവളെ എന്തൊക്കെ പറയും? ഇവൾക്കൊരു ജീവിതമില്ലേ? അത് നശിപ്പിക്കരുത് പ്ലീസ്. ഇനി ഞാൻ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ പോലീസിനെ വിളിച്ച എനിക്ക് പരാതി ഇല്ലാന്ന് ഞാൻ പറയും. എനിക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ ഒരു പോലീസും കോടതിയും ഇവക്കെതിരെ കേസ് എടുക്കില്ല. ദേവ, ജ്യോതി പറഞ്ഞതാണ് ശരി. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. ക്ഷമിക്കാൻ കഴിയുന്നത് ഈശ്വര തുല്യമാണ്. സിത്താരെ, ഇവിടെ വരൂ. കുട്ടി പൊയ്ക്കോളൂ. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവും. തെറ്റ് ചെയ്തവരോട് ഇങ്ങനെ ക്ഷമിക്കുന്നോണ്ടാ അവര് വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചതിനേക്കാൾ വലിയ തെറ്റൊന്നും ആ കുട്ടി എന്നോട് ചെയ്തിട്ടില്ല. നോ, എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാണ് അത് ഞാനല്ലാന്ന്. മേലിത് ആവർത്തിക്കരുത്. നിങ്ങൾ ഇനി എത്ര അലറി വിളിച്ചാലും സത്യം മാറില്ല. അതെ, ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. ദേവ, പിണക്കങ്ങളിലൂടെയും ഇണക്കങ്ങളിലൂടെയുമാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. നിന്റെ ജീവിതം ഇപ്പോ നിശ്ചലമായ ഒരു തടാകം പോലെയാണ്. അത് മാറണം. ജീവിതം മുന്നോട്ടൊഴുകുന്ന ഒരു പുഴ പോലെ ആകണം. അതിന് നിനക്ക് ഈശ്വരൻ തന്ന ഒരു കൂട്ടാണ് ജ്യോതി. അതെ, ഇനി ഇതിനെക്കുറിച്ചൊരു ചർച്ച വേണ്ട. എല്ലാവരും പ്രാർത്ഥനാ മുറിയിലേക്ക് വരൂ. പ്രാർത്ഥന തുടങ്ങാൻ സമയമായി. വാ. മോളെ, വാ. ഇങ്ങനെ തന്നെ നടക്കാം. കണ്ണു തുറന്നാ ഡൗട്ട് അടിക്കും. ഞാൻ ലോക്കർ ഓർക്കാൻ പോയതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. എടുത്തിയാട്ടം മാത്രമല്ല, അല്പം ഭ്രാന്തും കൂടിയുള്ള ഫാമിലി അവളുടേത്.
ഏയ് സ്റ്റോപ്പ്. അയ്യോ വീണു. ഏയ് ബേക്കറിക്കാരി, എന്തായി കാണിക്കുന്നേ? കുംഭകർണന്റെ കൂർക്കം വലി പോലുണ്ട്. പെണ്ണുങ്ങൾ ഇങ്ങനെയും കൂർക്കം വലിക്കോ? ഉള്ള ശല്യമൊന്നും പോരാഞ്ഞിട്ടും കൂർക്കം വലി. ഏയ് ബേക്കറിക്കാരി, എണീക്കാൻ. ഇത് നിനക്ക് കൂർക്കം വലിച്ചു കിടക്കാനുള്ള സ്ഥലമല്ല. എണീക്കാൻ. താൻ എന്താടോ ഹിറ്റ്ലറെ കരുതിയത്? എന്നെ എന്നും നിലത്ത് കിടത്താന്നോ? ഞാൻ തറയില് തണുത്ത് വിറച്ചു കിടക്കുമ്പോ താൻ ഈ പട്ടുമെത്തയില് സുഖം ഉറക്കാം. ഇന്ന് ഞാൻ ശരിയാക്കി തരാടോ. ഇന്ന് തന്നെ ഞാന് തറയിൽ കിടത്തും. നോക്കിക്കോ. ഈ വൃത്തികെട്ടോൾ എഴുന്നേക്കുന്നില്ലല്ലോ. ഓ, എന്തൊരു കൂർക്കം വലി. ഈ മുറി മുഴുവൻ ഇപ്പോഴും മൂക്കിനകത്ത് വലിച്ചു കയറ്റും. നാശം പിടിക്കാൻ. ഇവളെ ഈ ബെഡിൽ നിന്ന് മാറ്റാൻ എന്താ ഒരു വഴി? ഞാനിങ്ങനെ നിങ്ങളുടെ ബെഡിലെത്തിയ നിങ്ങളാണോ ഇവിടെ നിന്നെ എടുത്ത് അവിടെ കിടത്തിയത്? ആയിരിക്കും. എന്റെ ഈശ്വര, ഉറക്കത്തിൽ ഇയാൾ എന്നെ പീഡിപ്പിച്ച് കാണുവോ? ഇനി ഒരു തവണ കൂടി നീ വാ തുറന്ന ശരിക്കും നിന്നെ കടുവയുടെ മുന്നിൽ കൊണ്ടിടും. മിണ്ടാതെ ഉറയ്ക്കോ ഇഡിയറ്റ്. ഒരു ദയില്ലാത്ത കാട്ടാളൻ മൂരാച്ചി. എടോ ഹിറ്റ്ലറെ, താൻ നോക്കിക്കോ. എന്നെങ്കിലും തന്നെ എന്റെ കയ്യിൽ തന്നെ കിട്ടും. അന്ന് ഇതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരും. എന്നോടാ കളി. നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്വയം കുറ്റം സമ്മതിച്ച് അവൾ ഇവിടം വിട്ടു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവളിപ്പോ ഓവർ ആക്ട് ചെയ്യല്ലേ? ഡിക്ക് ഇവിടെ നിക്കാൻ സമ്മതിച്ചപ്പോ അതിപ്പോ ഇരട്ടിയായി. അതെ അതെ, അവളെ ഇവിടുന്ന് ഓടിക്കാൻ നിന്റെ തലയിൽ എന്തെങ്കിലും ബുദ്ധി തോന്നുന്നുണ്ടോ? നമ്മുടെ ബുദ്ധിയില്ലായ്മയല്ല യഥാർത്ഥ പ്രശ്നം, അവളുടെ ഭാഗ്യോ. നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം അവസാനം നമുക്ക് പാരയായി മാറും. എന്റെ ഈശ്വര, ജോലിക്കാരുടെ കൈ കൊടുത്തയച്ചാൽ മനസ്സിലായി. ഇതെന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? നോക്കമ്മേ, എന്നെ ജോലിക്കാരിന്നാ വിളിച്ചത്. അതെ, നിന്നെ തന്നെയാ വിളിച്ചത്. വഴക്കിടാതെ മോളിവിടെ ഇരിക്കി. ബേട്ടാ, ഹൗ ഈസ് മൈ ടീ? കൊള്ളാം. അമ്മയിട്ട ചായ ആവുമ്പോ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ.
പാലും മധുരവും തേയിലയും എല്ലാം പാകം. അമ്മയുടെ സ്നേഹം മുഴുവൻ ഈ ചായയിലുണ്ട്. യു റോങ്. നിനക്ക് തെറ്റി. എന്റെ സ്നേഹമല്ല, ഇവളുടെ സ്നേഹമാ ഈ ചായയില്. ഇവളാ ഈ ചായ ഇട്ടത്. ചുമ്മാ അല്ല ഇതിന് ചൂടില്ലാത്തത്. കടുപ്പാണെങ്കിൽ തീരെയില്ല. ഒരു ചായ പോലും മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ഇവിടെ അടുക്കള കയറ്റി എന്തിനാ? പുറംപണി എന്തെങ്കിലും ചെയ്യിച്ചാ പോരായിരുന്നു. കഴിക്കുന്നു. അത് കൊള്ളാലോ. അമ്മ ഉണ്ടാക്കിയതാന്ന് വിചാരിച്ച് ആദ്യം നല്ലതാന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാന്ന് അറിഞ്ഞപ്പോ അത് കൊള്ളില്ല പോലും. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല. നിങ്ങളോട് സംസാരിക്കാനേ ഞാനും ഇല്ല. വെക്കവിടെ. അങ്ങനെ ഇപ്പോ കുറ്റം പറഞ്ഞോണ്ട് എന്റെ ചായ കുടിക്കണ്ട. ചായക്ക് ചൂടില്ല, കടുപ്പില്ല, ഇതൊക്കെ കേക്കണം. ബേട്ടാ, യു ഡു റോങ്. അവളെ വിഷമിപ്പിച്ചത് ശരിയായില്ല. അവൾക്ക് ഒരു വിഷമമില്ല. അമ്മയായിട്ട് ഇനി പറഞ്ഞ് വിഷമം ഉണ്ടാക്കാതിരുന്നാ മതി. ഓഹോ, അത് ശരി. വെറുതെ അല്ല നാട്ടുകാരെ കിട്ടർന്ന് വിളിക്കുന്നത്. നല്ല ചായ ആയിരുന്നു. ഹലോ 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 പ്രിയ, ഇത് ഞാനാ. മേലിൽ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പ്രിയ പ്ലീസ്, ദയവ് ഇത് ഫോൺ കട്ട് ചെയ്യരുത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? ഞാൻ പറയുന്ന മുഴുവൻ നീ ഒന്ന് കേക്ക്. നിന്റെ ചേച്ചി പറയുന്നൊന്നും നീ വിശ്വസിക്കരുത്. ദേ, എന്റെ ചേച്ചിയെ പറ്റി പറയാനുള്ള യോഗ്യത പോലും നിനക്കില്ല. നിന്നെ ഞാൻ അന്ധമായി വിശ്വസിച്ചു. നീ തന്നെ എന്റെ ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയാക്കി. ഇനി ഞാൻ നിന്നെ വിശ്വസിക്കണോ? പ്രിയ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ നന്മ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. എനിക്കൊന്നും കേക്കണ്ട അവിനാശ്. ഇനി മുതൽ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പ്രിയ, പഴയതൊന്നും നീ മറക്കരുത്. നിന്നോട് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നീ പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകി. കള്ളങ്ങളുടെ മേൽ കള്ളം പറഞ്ഞ് ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട അവിനാശ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് നീ പറഞ്ഞ പച്ചക്കള്ളം അപ്പാടെ വിശ്വസിച്ച് നിന്നെ സ്നേഹിച്ചതാ എന്റെ തെറ്റ്. പ്രിയ, ഞാനും വൈഫും സുഹൃത്തുക്കളായിട്ട് തന്നെയാ ഇപ്പോഴും എല്ലാവരുടെ മുന്നിൽ പെരുമാറുന്നത്. പക്ഷെ വീടിനകത്ത് അവളൊരു സാഡിസ്റ്റാ. ഇല്ല, ഇനിയും നിന്നെ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോലും മടി കാണിക്കാത്തവനാ നീ. നിന്റെ ലക്ഷ്യം നേടാൻ നീ എന്തും പറയും, ചെയ്യും. യു ആർ എ ഫ്രോഡ്. ഇനി മേലിൽ എന്നെ വിളിക്കരുത് പ്ലീസ്. ഹലോ ഹലോ പ്രിയ, ഹലോ ഹലോ പ്രിയ. അമരാവതിയിലെ യഥാർത്ഥ മരുമകൾ ഞാൻ തന്നെയാണല്ലോ. ഇത്രയൊക്കെ ആയിട്ടും നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വെറുതെ എന്നെ കയറി ചൊറിയാൻ വന്നാ ഞാൻ ഇങ്ങനെ സംസാരിക്കൂ. നീ എന്നെ ചൊറിഞ്ഞ ഞാൻ നിന്നെ മാന്തി കീറും. അത് പിന്നെ നീ താങ്ങത്തില്ല മരുമോളെ. എന്താടി നീ പറഞ്ഞത്? നിന്നെയൊക്കെ നിയന്ത്രിക്കാൻ എനിക്കറിയാന്ന്. അതിനുള്ള അധികാരവും സ്ഥാനവും എനിക്ക് ഈ വീട്ടിലുണ്ട്. ആരോടാ എന്താ സംസാരിക്കുന്നതെന്നൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? നീ ആരുവാ? എലിസബത്ത് റാണിയോ? ഞാൻ DKയുടെ മരുമകൾ.
ഞാനേ DKയുടെ ഭാര്യ, നിന്റെയൊക്കെ അമ്മായിയമ്മ. നിന്നെ അമ്മായിയമ്മയായിട്ട് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ? അതൊരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ നിന്റെ അംഗീകാരം ആർക്ക് വേണം? DK കെട്ടിയ താലിയായത്. ഈ അധികാരം മതി എനിക്ക് നിന്നെയൊക്കെ നേരെയാക്കാൻ. വാക്കുകൊണ്ട് നേരെയായില്ലെങ്കിൽ അടിച്ച് നേരെയാക്കും ഞാൻ. ഒരു ഒന്നൊന്നര അമ്മായിയമ്മ തന്നെയാടി ഞാൻ. മര്യാദയ്ക്ക് സംസാരിക്കണം. മരുമകളെ, ഈ മര്യാദ എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാ. കൊടുത്താലേ കിട്ടും, ഇല്ലെങ്കിലേ കിട്ടത്തില്ല. അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോ ഇത്തിരി ബഹുമാനത്തോടെയും മാന്യതയോടെയും ഒക്കെ സംസാരിക്കും. ഇവിടുത്തെ ജോലിക്കാരൊക്കെ എന്നെ കണ്ടാ ദൂരെ നിൽക്കൂ. അയ്യോ, അതെന്താ? നല്ല പകർച്ചവ്യാധിയും വല്ലതും ഉണ്ടോ നിനക്ക്? അങ്ങനെ പേടിച്ച് മാറി നിൽക്ക്. എനിക്കൊരു പകർച്ചവ്യാധിയില്ല. പിന്നെന്താ? നോക്കട്ടെ. അല്ല, നിന്നെ കണ്ട അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ അവര് പേടിക്കുന്നേ? മറ്റേ ആ ജോലിക്കാരി ജാനകിയില്ലേ, ആ ചേച്ചിയും കാട്ടി സുന്ദരിയാണ് നീ. ദേ, നിന്നെ ഞാനുണ്ടല്ലോ. നിർത്തടി. അമ്മായിയമ്മ എടീന്ന് വിളിക്കുന്ന കൈ നിവർത്തി ഒരെണ്ണം തന്നാണ്ടല്ലോ. അയ്യോ, പേടിച്ചു പോയാ? ഇപ്പൊ മനസ്സിലായില്ലേ അമ്മായിയമ്മയുടെ അധികാരം എന്താന്ന്? DK നിന്നെ ഒരു ജോലിക്കാരിയായിട്ട് പോലും കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുകളിൽ കയറിയിരുന്ന് ഈ വീട് ഭരിക്കാമെന്ന് നീ വിചാരിക്കണ്ട. ഞാനിവിടെ ഉള്ളിടത്തോളം അത് നടക്കില്ല. നീ ആരാടി? ടീം ലീഡറോ അതോ ഗ്രാൻഡ് മാസ്റ്ററോ? ഇനി അതും അല്ലെങ്കിൽ സാരി ഉടുത്ത അമരാവതിയിലെ സെക്യൂരിറ്റി ഗാർഡോ? ദേ, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് അഹങ്കാരം മൂത്ത് എന്റെ പിന്നാലെ വന്നോണ്ടല്ലോ. നീ ആദ്യം പോയി നിന്റെ ഭർത്താവിനെ നല്ലതുപോലെ നോക്ക്. ആ പാവങ്ങളെ DKയുടെ റെസ്റ്റോറന്റിൽ കിടന്ന് അടിമകളെ പോലെ പണിയെടുത്തോണ്ടിരിക്കുക. എന്നിട്ടാ നീയൊക്കെ ഇങ്ങനെ കിടന്നങ്ങ് അഹങ്കരിക്കുന്നത്? നിർത്ത്. എന്നെ അധിക്ഷേപിക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്നെ ചീത്ത പറയാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടി? അതിന് നിനക്ക് എന്താ അധികാരം? നിന്റെ ഈ ലുക്കൊന്നും എന്നോട് വേണ്ട കേട്ടാ. നിന്നെ പേടിക്കുന്ന ഒരു ഉറുമ്പ് പോലും ഈ വീട്ടിലില്ല. നിന്നെ ഞാൻ മായേ, എന്താ ഇവിടെ ഒരു ഒച്ചപ്പേളോ? ക്ലീനിങ് അല്ലേ അമ്മേ? ഞാൻ ചില അഴുക്കുകളൊക്കെ ഒന്ന് തൂത്ത് വാരി കളയുമായിരുന്നു. ഓ, വെരി ഗുഡ്. ഐ സപ്പോർട്ട് യു. നിന്നെ ആരും എതിർക്കില്ല. നിനക്ക് എതിർപ്പുണ്ടോ മായേ? ഏയ്, ഇവൾക്ക് എന്ത് എതിർപ്പ്? മായ എനിക്ക് കട്ട സപ്പോർട്ടല്ലേ? അല്ലേടി മായേ? അപ്പൊ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ചേരും. അതെ, നീ വേഗം പോയി ബർത്ത്ഡേ സദ്യക്കുള്ള കാര്യങ്ങൾ നോക്ക്. ഗോ ഗോ. തെറിക്കുത്തരം മുറിപ്പത്തൽ അല്ലേ മോളെ? ഇവിടുത്തെ മരുമകൾക്ക് എന്തായാലും പറ്റിയ അമ്മായിമ്മയാ കിട്ടിയിരിക്കുന്നത്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ? ഏയ്, ഞാനങ്ങ് പറഞ്ഞേ ഉള്ളൂ. മൈ ലിറ്റിൽ കണ്ണാ, ഇവളുടെ മരുമക്കളെ ഇവളിൽ നിന്ന് നീ തന്നെ കാത്തോളണേ. വെണ്ണ കട്ട് തിന്നവനെ, സ്ത്രീകളുടെ മനസ്സ് മോഷിച്ച കള്ളക്കണ്ണാ, ഇവളുടെ കയ്യിൽ നിന്ന് നീ അവരെ രക്ഷിക്കണം. ദാറ്റ് ഈസ് യുവർ ലേബിലിറ്റി. കൃഷ്ണ ഗുരുവായൂരപ്പാ. ഇപ്പൊ നിനക്ക് സമാധാനം കിട്ടിയോ? ആ ബേക്കറിക്കാരി ഇവിടുന്ന് ഇറങ്ങി പോകുന്നതുവരെ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അവൾ ആവശ്യപ്പെട്ട 1 കോടി രൂപ കൊടുത്ത് അവളെ ഒഴിവാക്ക്. അപ്പൊ നിനക്ക് ഇഷ്ടം പോലെ സമാധാനം കിട്ടും. നോ ടെൻഷൻ, ഫുൾ ടൈം മനസ്സമാധാനം. ബോൾ ബേട്ടാ ബോൾ. അത് നടക്കില്ലമ്മേ. അവളുടെ വാശിക്ക് മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കില്ല. അപ്പോ അവള് തോറ്റു തരൂ? നെവർ. ഷീ ഡോണ്ട് ഫെയിൽ. അവൾ ഒരിക്കലും തോറ്റു തരില്ല. എന്റെ ഭാഗത്താണോ തെറ്റ്, അവളുടെ ഭാഗത്താണോ തെറ്റെന്ന് ആദ്യം തീരുമാനമാവട്ടെ. സ്വയം തെറ്റ് സമ്മതിച്ച് അവള് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. ഒരു നയാ പൈസ ഞാൻ കൊടുക്കില്ല.
അപ്പൊ പിന്നെ നീ അവളെ സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവള് പറഞ്ഞത് ഓർത്ത് നീ ടെൻഷൻ അടിക്കുന്ന എന്തിനാ? പണം കൊടുത്താലേ അവൾ അങ്ങോട്ട് പോകും. അതോടെ എല്ലാ പ്രശ്നം തീരുകയും ചെയ്യും. അവൾ ഇവിടുന്ന് പോയാലും പോയില്ലെങ്കിലും കാൽ കാശ് ഞാൻ കൊടുക്കില്ല. പണം കൊടുത്താ ഞാൻ തെറ്റുകാരനാണെന്നല്ലേ അതിനർത്ഥം? ഒരു തെറ്റ് ചെയ്തിട്ട് അത് മറച്ചു വെക്കുന്ന ആളാണ് DK എന്ന് ആരും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് എന്റെ മരുമക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും മുഖത്ത് നോക്കണം. മറിച്ച് സംഭവിച്ചാൽ അവർക്ക് എന്നോടുള്ള എല്ലാ ബഹുമാനവും അതോടെ ഇല്ലാതാവും. അതുകൊണ്ട് സ്വന്തം തെറ്റ് മനസ്സിലാവും വരെ അവളെ സഹിക്കാനേ പറ്റൂ. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം. പിന്നെ ചില ബന്ധങ്ങൾ അങ്ങനെയാ. ഭാര്യയും ഭർത്താവും പരസ്പരം അടികൂടും. അത് കണ്ട അടുത്ത നിമിഷം അവർ ഡൈവേഴ്സ് ചെയ്ത് രണ്ടു വഴിക്കങ്ങ് പോകുമെന്ന് തോന്നും. പക്ഷേ അവര് തമ്മിലെ ഒരിക്കലും വേർപിരിയില്ല. അവർക്കിടയിൽ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത ഒരു ആത്മബന്ധമുണ്ട്. അതുപോലെ ജ്യോതിക്കും നിനക്കും ഇടയിൽ നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അദൃശ്യമായ എന്തോ ഉണ്ട്. തീർച്ച. അതുകൊണ്ടാണ് തിരിച്ചു വന്നപ്പോ നീ അവളെ വീണ്ടും സ്വീകരിച്ചത്. പണം കൊടുത്താൽ അവൾ പോയാലോ എന്ന് നീ ഭയക്കുന്നു. തെറ്റ് നിന്റെ കയ്യിലാണെങ്കിൽ പോലും നീ പണം കൊടുക്കില്ല. യു ഹാവ് എ ഡീപ് റിലേഷൻ വിത്ത് ജ്യോതി. അമ്മ വെറുതെ അനാവശ്യ കാര്യം പറയരുത്. എനിക്ക് അവളോട് ഒരു സോഫ്റ്റ് കോർണറും ഇല്ല, യാതൊരു വിധത്തിലുള്ള ഫീലിംഗ്സും ഇല്ല. അവള് പോയാലും നിന്നാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീ ജ്യോതിയുമായി സന്തോഷത്തോടെ ജീവിക്കണമെന്നാ സുപ്രിയ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് സുപ്രിയക്ക് നന്നായിട്ടറിയാം. സുപ്രിയ എന്റെ മനസ്സിലുള്ളിടത്തോളം മറ്റാർക്കും എന്റെ മനസ്സിലിടവില്ല. അതാ ബേക്കറിക്കാരിക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അവൾ ആ ലോക്കറ്റിൽ നിന്ന് സുപ്രിയയുടെ ഫോട്ടോ മാറ്റി പകരം അവളുടെ ഫോട്ടോ വെച്ചു. ലോക്കറ്റിൽ നിന്ന് ഫോട്ടോ മാറ്റിയാ എന്റെ മനസ്സിൽ നിന്ന് സുപ്രിയ പോവോ? യു ടോക്ക് ഫോർ 2 ഫോട്ടോസ്, ഐ ടോക്ക് 2 ലൈഫ്. എന്താ? നീ ജീവനില്ലാത്ത 2 ഫോട്ടോയെ പറ്റി സംസാരിക്കുന്നു. എന്നാലേ അമ്മയ്ക്ക് പറയാനുള്ളതേ നിന്റെയും ജ്യോതിയുടെയും ജീവിതത്തെ പറ്റിയാ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആ ബേക്കറിക്കാരിക്ക് എന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല, എന്റെ മരണം വരെ. നിങ്ങൾ എന്തായി തിരയുന്നേ? ഞാന് ഒരു ഫയല് തപ്പുക. എന്ത് ഫയല്? ആ ലോണിന്റെ പേപ്പേഴ്സ് വെച്ചിരുന്ന ഫയലേ. ഈ വീടിന്റെ ഒരു സ്കെച്ചും പ്ലാനും ഒക്കെ അതിന് കഷ്ടം തന്നെ. ഹലോ ചേട്ടാ, ഞാനേ ഈ വീട്ടിലെ മരുമകളാ. ഓ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ DKയുടെ ഭാര്യ. ഈ വീട് മൊത്തം കാത്തു സൂക്ഷിക്കേണ്ടതേ എന്റെ ചുമതലയാ. ഓ എന്തൊരു കൊതുകായത്. ഈ ചേട്ടൻ എല്ലാ ദിവസവും രാത്രി ഇവിടെ കാവലിരിക്കുന്നത് എങ്ങനെയാണോ എന്തോ. ഈ ചേട്ടന്റെ തൊലിക്ക് നല്ല കട്ടിയായിരിക്കും. അല്ല ചേട്ടാ. എന്താ മോളെ? ഈ ചേട്ടൻ എന്തേ കൊതുക് കടിക്കാത്തെ? അതെങ്ങനെ? എന്നെ കടിക്കത്തില്ല. അതെന്താ? കൊതുകൊക്കെ ചേട്ടന്റെ ഫ്രണ്ട്സ് ആണോ അതോ ബന്ധുക്കളാണോ? അയ്യോ, DK സാർ വന്നു. പോയി തുറക്ക്.
തുറക്ക്. മോളെ വിളിക്കുന്നു, പോയി തുറക്ക്. ഞാൻ തുറന്ന പ്രശ്നവും, മോളെ പോയി തുറക്ക്. ഒന്ന് വേഗം ചെല്ലും മോളെ. ഞാൻ തുറന്ന പ്രശ്നവും, പോയി തുറക്ക് വേഗം. വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ല്. എന്നെയല്ലല്ലോ ചേട്ടനെയല്ലേ? അതിന് എന്നെയല്ല, മോളെ ഡി കെ സാർ വിളിക്കുന്നത്. അങ്ങോട്ട് ചെല്ല്. എന്നെയാ? അതെ, അങ്ങോട്ട് ചെല്ല്. ഈ ഡോർ ആര് തുറന്നു വരും? നിന്റെ വേറെ ആരെങ്കിലും വരുമോ ഇത് തുറക്കാൻ? യെസ് സർ. എന്താ? നോ സർ, ഞാൻ തന്നെ തുറക്കും. ഇറങ്ങിയാട്ടെ. ഈ ഡോർ പൊളിക്കോ നീ? ശബ്ദമില്ലാതെ വേണം ഡോർ അടയ്ക്കാൻ. ശബ്ദമില്ലാതെ ഡോർ അടയ്ക്കാൻ ഇത് കണ്ടുപിടിച്ചവന് പോലും പറ്റില്ല സർ. എന്താ? ഡോറ് തുറക്കാതിരുന്നാ മതി, അടയ്ക്കുന്ന ശബ്ദം കേൾക്കേയില്ല. തമാശയാണോ? നോ സർ, സത്യം പറഞ്ഞതാ സർ. അല്ലെങ്കിൽ നോക്കൂ, ഇപ്പൊ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? യെസ് സർ. നിന്ന് വളവളാന്ന് വർത്താനം പറയാതെ നാളെ രാവിലെ വരെ ഈ വീടിന് കാവൽ നിൽക്കണം, കേട്ടല്ലോ? നിനക്കെന്താ ശബ്ദമില്ലേ? ഉണ്ട് സർ. കാറിന്റെ ഡോറും എന്റെ വായും ശബ്ദമില്ലാതെ അടയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കുമായിരുന്നു. ഗുഡ്. യെസ് സർ. സർ, വാട്ട് അബൌട്ട് മൈ ഡിന്നർ സർ? എന്താ? അത്താഴം കഴിക്കാൻ ഞാൻ അകത്തേക്ക് വരണോ അതോ സാർ ഇവിടേക്ക് കൊണ്ടുവന്ന് തരുമോ? വാച്ച്മാന് അകത്തേക്ക് പ്രവേശനമില്ല, ജോലിക്കാര് ഫുഡ് കൊണ്ട് തരും. അതിനിവിടെ ജോലിക്കാരും ഇല്ലല്ലോ, എല്ലാവരെയും സാറങ്ങ് പറഞ്ഞു വിട്ടേക്കുമല്ലേ. പട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് വീടിന് പിൻവശത്തേക്ക് വന്നാ മതി. രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഫുഡ് തരാം. എന്താ? യെസ് സർ. പട്ടിക്ക് ഫുഡ് കൊടുക്കുമ്പോ എനിക്ക് വിളമ്പാൻ ഞാൻ എന്താ തന്റെ പെട്ടോ കാണോ?